subject, Management Principles and Applications. In last class, we were discussed about significance of management, features of management, and different definitions of management, etc. And today we are going to learn about scope of management. Let's see what are the major aspects which comes under the management. അതിനെയാണ് നമ്മൾ സ്കോപ്പ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് കവർ ചെയ്യുന്ന ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് എന്തൊക്കെയാണ്? മെയിൻലി ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 സബ്ജക്റ്റ് മാറ്റർ ഓഫ് മാനേജ്മെൻറ്റ്, അതുപോലെ ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നും ഡിവൈഡ് ചെയ്യാം. സബ്ജക്റ്റ് മാറ്റർ ഓഫ് മാനേജ്മെൻറ്റ് ജസ്റ്റ് മീൻസ് ദ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ് എക്സെട്ര. ആൻഡ് ദ ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിൽ വരുന്ന മേജറായിട്ട് വരുന്ന 11 പോയിൻറ്റ്സ് ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ദ ഫസ്റ്റ് ഫങ്ഷണൽ ഏരിയ is the financial management. It is the most important area of functional management. It is concerned with planning and controlling of firm's financial resources. അതായത് ഫേമിൻ്റെ ഫിനാൻഷ്യൽ റിസോഴ്സസിനെല്ലാം പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, പ്രോപ്പറായിട്ട് ഫണ്ട് റേസ് ചെയ്യുക, അതിനെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നതാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം. Then the next one is the personal management. Personal means people. അതായത് ഒരു ഓർഗനൈസേഷനിലുള്ള പീപ്പിളിനെ മാനേജ് ചെയ്യുക. ദാറ്റ് ഈസ് കൺസേൺ വിത്ത് മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ അറ്റ് വർക്ക്. അതായത് അവരുടെ റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ദെൻ യൂട്ടിലൈസേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പേഴ്സണൽ മാനേജ്മെൻറ്റിൽ താഴെ വരുന്നത്. ആൻഡ് ദ തേർഡ് വൺ, മെറ്റീരിയൽ മാനേജ്മെൻറ്റ്. It is related with the purchase of material, storage, issue of materials, മെറ്റീരിയൽ കൺട്രോൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ്. അതായത് മെറ്റീരിയൽസിനെ മാനേജ് ചെയ്യുന്നതിനെയാണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ കുറേ റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ടായിരിക്കാം, അതിന് സ്റ്റോർ ചെയ്യണം, അതുപോലെ തന്നെ അത് ആവശ്യമുള്ള സമയത്ത് പ്രോസസ്സിലേക്ക് ഇഷ്യൂ ചെയ്യണം. അതിനൊക്കെ വരുന്ന ഓൾ ടുഗെദർ ആയിട്ടുള്ള മാനേജ്മെൻറ്റിനെയാണ് നമ്മൾ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുക. Then coming to the other one, production management. It is concerned with production planning, quality control, inspection, production control, etc. ഇത്രയും കാര്യങ്ങളാണ് പ്രൊഡക്ഷനായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളെയും മാനേജ് ചെയ്യുന്നതിനെ വി കോൾ ഇറ്റ് ആസ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്. ദെൻ ദ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്തായിരിക്കും? ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, പ്രൈസ് ഡിറ്റർമിനേഷൻ, മാർക്കറ്റ് റിസർച്ച്, അഡ്വർടൈസ്മെൻറ്റ്, അതുപോലെ സെയിൽസ് പ്രൊമോഷൻ, ഇതെല്ലാം വരുന്നതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുക. ദ അതർ വൺ, ഓഫീസ് മാനേജ്മെൻറ്റ്. അതായത് ഓഫീസിലുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ഓഫീസ് സ്റ്റാഫിംഗ്, ഓഫീസ് ലേഔട്ട്, ഓഫീസ് എക്യുപ്മെൻറ്റ്സ് എക്സെട്ര. ദെൻ മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ്. അതെന്തായിരിക്കും? പ്രോപ്പർ കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, അങ്ങനെയുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോകുന്നതിനുള്ള മാനേജ്മെൻറ്റിനെ മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നു. ദെൻ ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റ്, വിച്ച് മീൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് പാക്കിംഗ്, വെയർഹൗസിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റോർ ചെയ്യുന്നത്, ട്രാൻസ്പോർട്ടേഷൻ ബൈ റെയിൽ, റോഡ്, എയർ, അങ്ങനെയുള്ളതിനെ ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കും. ദെൻ അടുത്തൊരു ഫങ്ഷൻ ഏരിയ എന്ന് പറയുന്നത് ഇൻ്റർ ഡിസിപ്ലിനറി. ഇറ്റ് ഹാസ് എൻ ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച്. അതായത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുപോലെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ആക്സെപ്റ്റ്സ് ഐഡിയാസ് ആൻഡ് കോൺസെപ്റ്റ്സ് ഫ്രം ഡിഫറെൻറ്റ് വേരിയസ് ഡിസിപ്ലിൻസ് ലൈക്ക് എക്കണോമിക്സ്, മാത്സ്, കൊമേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് എക്സെട്ര. അതായത് പലതരത്തിലുള്ള ഡിസിപ്ലിൻസിൽ നിന്നുമുള്ള കോൺസെപ്റ്റ്സും ഐഡിയാസും എല്ലാം ഈ മാനേജ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തത് പറയുന്നത് ഇറ്റ് ഹാസ് യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതായത് എന്താണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ യൂണിവേഴ്സൽ ആക്ടിവിറ്റി. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു എനി ഫോം ഓഫ് ആക്ടിവിറ്റി ലൈക്ക് എക്കണോമിക്, സോഷ്യൽ, ബിസിനസ്, എഡ്യൂക്കേഷൻ, റിലീജിയൻ എക്സെട്ര. ദെൻ ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് സയൻറ്റിഫിക് മെത്തേഡ്സ്, ഹ്യൂമൻ റിലേഷൻ ആൻഡ് ദ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. അപ്പോൾ ഇതെല്ലാമാണ് സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. Then coming to the most familiar part, functions of management. Functions of management എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം. As I told you earlier, every organization has some predetermined goals. ഈ ഗോൾസിനെ അച്ചീവ് ചെയ്യുന്നതിന് ഒരു മാനേജ്മെൻറ്റിന് ഒരു പ്രോസസ്സ് ഉണ്ട്.
The process which we adopted to achieve those objectives is called as management process. And this process includes functions of management. Clear? So that is, every organization has certain objectives, and for achieving this objective, the company should have a management process, and the management process includes different various functions. So let's see what are the major functions of management. According to Luther Goldklick, functions of management എന്ന് പറയുന്നത് he described the functions of management as POD SCORD അങ്ങനെയാണ്. എന്താണ് വേർഡിൻ്റെ പറയുന്നതെന്ന് അറിയോ? P stands for planning, organizing, directing, staffing, coordinating, reporting and budgeting. So major functions എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. And let's see the important functions one by one. And the first function എന്ന് പറയുന്നതാണ് the planning. Planning എന്താണ്? It means deciding in advance what to do, where to do, why it is to do, and how to do. അതുപോലെ തന്നെ how the results are to be evaluated എന്ന് കാണിക്കുന്ന ഒന്നാണ് പ്ലാനിങ്. ആൻഡ് ഇറ്റ്സ് എ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. പ്ലാനിങ് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഫ്യൂച്ചറിലെ കാര്യങ്ങൾ ഡിറ്റർമിൻ ചെയ്യുന്നു ടു ഗെറ്റ് ദ ഡിസൈർഡ് റിസൾട്ട്സ്. അതിനാണ് പ്ലാനിങ് എന്ന് വിളിക്കുക. മുൻകൂട്ടി കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക അറേഞ്ച് ചെയ്യുന്നതിനെ, ഡിറ്റർമിൻ ചെയ്യുന്നതിനെ നമുക്ക് പ്ലാനിങ് എന്ന് വിളിക്കാം. ആൻഡ് ദിസ് ഇസ് എ ഫോർമോസ്റ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് primary functions of management. Then the second function is organizing. Organizing പറഞ്ഞാൽ എന്താണ്? Once we plan ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? The people in the organization have to be organized to achieve the objective. നമ്മൾ പ്ലാനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാൻ ചെയ്തതനുസരിച്ച് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യണം. അതിനെയാണ് നമ്മൾ ഓർഗനൈസിങ് എന്ന് വിളിക്കുക. It is the process of identifying and grouping the work to be performed, defining and delegating the responsibility and authority, and establishing relationship for the purpose of enabling people to work most effectively together in accomplishing the objectives. അതായത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം വർക്കിന്, ഏത് വർക്കാണ് പെർഫോം ചെയ്യണം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം, അതിനെ ഗ്രൂപ്പ് ചെയ്യണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. സെക്കൻഡ്, റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയും ഡിഫൈൻ ചെയ്യണം, അതിനെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇത് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി എല്ലാ വർക്കേഴ്സിനെയും കാര്യങ്ങൾ അവർ തമ്മിലൊരു ടുഗെദർനെസ് കൊണ്ടുവരണം, ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഒരു ഓർഗനൈസേഷൻ സക്സസ്ഫുള്ളി നമുക്ക് ഒബ്ജക്റ്റീവ്സ് എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് മെമ്പേഴ്സ് ഓഫ് ഓർഗനൈസേഷൻ തമ്മിൽ, അതായത് ഓർഗനൈസേഷനിലെ എല്ലാ ആൾക്കാരും തമ്മിൽ, പീപ്പിൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഓർഗനൈസിങ്. ആൻഡ് ദ തേർഡ് ഫങ്ഷൻ ഇസ് സ്റ്റാഫിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫങ്ഷനാണ് അല്ലേ? ഇറ്റ്സ് ദ ഫങ്ഷൻ ഓഫ് എംപ്ലോയിങ് സ്യൂട്ടബിൾ പേഴ്സണൽ ഫോർ ദ എൻ്റർപ്രൈസ്. എൻ്റർപ്രൈസിന് ആവശ്യമുള്ള ആൾക്കാരെ മീൻസ് ഹ്യൂമൻ പീപ്പിളിനെ നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കുന്നതിന് അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്നതിനെയാണ് സ്റ്റാഫിംഗ് എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം നോ ഓർഗനൈസേഷൻ ക്യാൻ വർക്ക് വിത്തൗട്ട് എനി ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ്. സോ സ്റ്റാഫിംഗ് ഇൻക്ലൂഡ്സ് മാൻ പവർ പ്ലാനിങ്, അതായത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, ട്രാൻസ്ഫർ, ടെർമിനേഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ടു ദ എംപ്ലോയീസ് എക്സെട്ര. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാഫിങ്ങിൽ വരുന്നത്. ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് ഡയറക്റ്റിംഗ്. Directing എന്താണെന്ന് അറിയോ? Directing means when people are available in the organization, നമ്മൾ എന്ത് ചെയ്യണം? They must know what they are expected to do in the organization. ഒരു സബോർഡിനേറ്റിന് മനസ്സിലാവണം അവരെന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ഡയറക്ഷൻ വേണം അല്ലേ? The superior communicates to the subordinates about the expected work, issuing order and instructions, guiding and teaching the subordinates, supervising, communicating, motivating, leading. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഡയറക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇഫക്റ്റീവായിട്ട് ഒരു വർക്കറിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ഏതൊക്കെയാണെന്ന് അറിയോ? ലീഡിങ്, കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേറ്റിംഗ്, സൂപ്പർവിഷൻ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്നത്.
എന്നിട്ട് കോർഡിനേഷൻ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്, അതായത് ഈ 4 കാര്യങ്ങൾ ഈ ഡയറക്റ്റിങ്ങിൻ്റെ ഉള്ളിൽ വരും. വിച്ച് ആർ ലീഡിങ്, കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ ആൻഡ് സൂപ്പർവിഷൻ. ലീഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഡിങ് മീൻസ് ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് an executive or manager directs or guides the work of others in achieving the goals. അല്ലേ? ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു മാനേജറോ അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവോ ആ എംപ്ലോയീസിനെ ഡയറക്റ്റ് ചെയ്യുന്നു, ഗൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലീഡർഷിപ്പ് എന്ന് വിളിക്കുന്നത്. ലീഡിങ് എന്നൊക്കെ പറയാം. ലീഡിങ് എന്ന് പലതരത്തിലുള്ള ലീഡേഴ്സ് ഉണ്ട്. ഓട്ടോക്രാറ്റിക് ലീഡർ, ഡെമോക്രാറ്റിക് ലീഡർ, ഫ്രീ റെയിൻ ലീഡർഷിപ്പ്, അങ്ങനെ പലതരത്തിലുള്ള ലീഡർഷിപ്സ് ഉണ്ട്. ആൻഡ് ഇത് ലീഡർഷിപ്പ് ഒരു ലീഡർ ആയാൽ കഴിഞ്ഞില്ല, ഒരു ലീഡർ ഉണ്ടെങ്കിലാണ് ഒരു പ്രോപ്പറായിട്ട് ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോപ്പർ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആൾക്കാർ തമ്മിൽ വേണം, അല്ലേ? കമ്മ്യൂണിക്കേഷൻ നമുക്ക് പറയാൻ പറ്റും ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഈ ഒരു പ്രോപ്പറായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ ഒരു ഒരു പ്രോപ്പറായിട്ട് ഈ ഐഡിയാസും ഫീലിങ്സും എല്ലാം എക്സ്ചേഞ്ച് ചെയ്തില്ലെങ്കിൽ അവിടെ ഒരിക്കലും ഒരു ഗോൾ അച്ചീവ്മെൻറ്റ് പോസിബിൾ ആവില്ല. ആൻഡ് ഇറ്റ് ഷുഡ് ബി എ ടു-വേ പ്രോസസ്സ്, അല്ലേ? അത് ടു-വേ പ്രോസസ്സാണ് വിച്ച് ഹാപ്പൻസ് ബിറ്റ്വീൻ 2 or more persons. ആൻഡ് ഇറ്റ് ക്യാൻ ബി റിട്ടൺ, ഓറൽ ഓർ ജെസ്റ്ററൽ. അതായത് എഴുതാം, അല്ലെങ്കിൽ ഓറൽ എന്ന് പറയുന്നതിന് ജെസ്റ്ററൽ എന്ന് പറയുന്നത് നമ്മൾ ആംഗ്യം കാണിക്കുന്നതാകാം. ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആകാം, അതുപോലെ തന്നെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആകാം. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു ഫോർമലായിട്ട് സുപ്പീരിയർ ടു സബോർഡിനേറ്റ് അങ്ങനെയൊന്നും ഇല്ലാത്തതിനെയാണ് നമ്മൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഫോളോ ദ ഫോർമൽ ചാനൽസ്. വെറാസ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫ്ലോസ് ത്രൂ ദ ഫോർമൽ ചാനൽ, അതായത് സുപ്പീരിയർ ടു സബോർഡിനേറ്റ് ഒക്കെ ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് ഡൗൺവേർഡ്സ് ആസ് വെൽ ആസ് അപ്വേർഡ്സ്. ഡൗൺവേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് ഡൗൺവേർഡ്സ് എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ ടു സബോർഡിനേറ്റ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ സബോർഡിനേറ്റ്സ് സുപ്പീരിയേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഫീഡ്ബാക്ക് ആയിട്ടോ സജഷൻസ് ആയിട്ടോ കംപ്ലയിൻറ്റ്സ് ആയിട്ടോ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ആൻഡ് ദ കമ്മ്യൂണിക്കേഷൻ ഈസ് എസെൻഷ്യൽ അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഫോർ ദ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്ലാനിങ്. Okay, because it increases the managerial capacity and facilitates the control. Then അടുത്തൊരു ടേം അവിടെ വരുന്നത്, മിസ് ലീഡിങ് പറഞ്ഞു, കമ്മ്യൂണിക്കേറ്റിംഗ് പറഞ്ഞു. ദെൻ 2 കാര്യങ്ങളുടെ ഇവിടെ വരുന്നത് ഒരു സൂപ്പർവൈസിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് ആണ്. സൂപ്പർവൈസിങ് എന്ന് പറഞ്ഞാൽ, സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അനദർ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് ഡയറക്റ്റിംഗ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ഇൻസ്ട്രക്ഷൻസ് ഇഷ്യൂ ചെയ്താൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? അവരത് അച്ചീവ് ചെയ്യുന്നുണ്ടോ, ഗീവൺ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് അവർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് സൂപ്പർവൈസ് ചെയ്യണം. വിച്ച് മീൻസ് ഓവർസീയിങ് ദ സബോർഡിനേറ്റ്സ് അറ്റ് വർക്ക് ടു എൻഷുർ ദ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, to get the required and directed work done, and to correct the subordinates whenever they go wrong. അതിനെയാണ് സൂപ്പർവിഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് അത് തന്നെയാണ്, അതായത് അവർ ഓവർസീയിങ് ചെയ്യുക, അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നില്ലേ എന്ന് എൻഷുർ ചെയ്യുന്നതാണ് ഈ സൂപ്പർവിഷൻ്റെ എയിം എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എസെൻഷ്യൽ പാർട്ട് ഓഫ് ഡയറക്റ്റിംഗ്. പിന്നെ അവിടെ ഒരു ടേം കൂടി നമ്മൾ പറയാനുള്ളത് മോട്ടിവേഷൻ. എന്താണ് മോട്ടിവേഷൻ? It's a psychological process of creating urge among subordinates to do certain things. അതായത് ഒരു പെർട്ടിക്കുലർ മാനറിൽ അവർ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവരെ ഏർജ് ചെയ്യിക്കുന്ന ഒരു സൈക്കോളജിക്കൽ പ്രോസസ്സിനെ നമുക്ക് മോട്ടിവേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അവർക്ക് എങ്ങനെയൊക്കെ മോട്ടിവേഷൻ ചെയ്യാം? ഒരു മോണിറ്ററി ബെനിഫിറ്റ്സ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ആയിട്ടെല്ലാം കൊടുക്കാം. മോണിറ്ററി ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അവർക്ക് കൊടുക്കുന്ന ഇൻസെൻറ്റീവ്സ്, സാലറി, അങ്ങനെയുള്ളതിനെയാണ് നമുക്ക് ഫൈനാൻഷ്യൽ മോണിറ്ററി ബെനിഫിറ്റ്സ് എന്നൊക്കെ വിളിക്കാം. അതുപോലെ നോൺ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് പറഞ്ഞല്ലോ, അതിനാണ് നമ്മൾ നോൺ മോണിറ്ററി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ കൊടുക്കാം? അവർക്കുള്ള ജോബ് സെക്യൂരിറ്റി, റെക്കഗ്നിഷൻ, പ്രമോഷൻ, ഒരു ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരു പ്രോപ്പറായിട്ട് എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആവും. ഒരു സൗണ്ട്
മോട്ടിവേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ ഹൈലി പ്രൊഡക്റ്റീവ് ആവും, കോമ്പറ്റേറ്റീവ് ആവും, ഒരു ഫ്ലെക്സിബിൾ ആയിരിക്കും. സോ ഇതെല്ലാം ഈ മേജറായി 4 കാര്യങ്ങൾ ഈ ഡയറക്റ്റിങ്ങിൽ വരുന്നുണ്ട്. ദോസ് ആർ സൂപ്പർവൈസിങ്, കമ്മ്യൂണിക്കേറ്റിംഗ്, motivating as well as leading. And so that we can say that directing is an important function of management. And coming to the next function, that is coordination. Coordination എന്താണ്? Coordination means orderly arrangement of group effort to provide unity of action in the pursuit of common objectives. കോമൺ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു കമ്പൈൻഡ് എഫേർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോർഡിനേഷൻ എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും, പല സെക്ഷൻസ് ഉണ്ടാവും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഒരു ഇൻഡിവിജ്വൽ ഗോളായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഗ്രൂപ്പ് ഗോൾ അച്ചീവ്മെൻറ്റ് നടക്കില്ല. അപ്പോൾ അതിനൊരു കളക്റ്റീവ് എഫേർട്ട് ആവശ്യമാണ്, അല്ലേ? അപ്പോൾ ഈ കോർഡിനേഷൻ്റെ ഒരു പ്രത്യേകത അതാണ് തന്നെയാണ്. ഇറ്റ് ക്രിയേറ്റ്സ് എ ടീം സ്പിരിറ്റ് ആൻഡ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗോൾസ് ത്രൂ കളക്റ്റീവ് എഫേർട്സ്. കളക്റ്റീവ് എഫേർട്സ് വഴി അവർക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 categories, which are they? Vertical and horizontal coordination, internal and external coordination. And the vertical coordination means, എന്താണെന്ന് അറിയോ? Vertical coordination is the coordination between different levels of management. You all know that there are 3 levels of management, which are they? Top level management, medium level management, and lower level management. So among different levels of management വരുന്ന coordination we call it as vertical coordination, whereas horizontal coordination is used when coordination has to be achieved between departments of the same level of authority. അതായത് ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരേ ലെവലിൽ, ഇപ്പോൾ മീഡിയം ലെവൽ മാനേജ്മെൻറ്റിൻ്റെ അതിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് പരസ്പരം വരുന്ന കോർഡിനേഷനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ കോർഡിനേഷൻ എന്ന് വിളിക്കുക. അതുപോലെ another classification is internal and external coordination. എപ്പോഴാണ് കോർഡിനേഷൻ ഇൻറ്റേർണൽ ആവുന്നത്? when there is coordination between different sections of a same concern. അതൊരു ഓർഗനൈസേഷൻ്റെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിലുള്ളതിനെ നമുക്ക് ഇൻറ്റേർണൽ കോർഡിനേഷൻ എന്ന് വിളിക്കാം. ആൻഡ് വാട്ട് യു മീൻ ബൈ എക്സ്റ്റേർണൽ കോർഡിനേഷൻ? External coordination means when the organization need to associate with the persons outside the organization. അതായത് ഒരു കൺസേൺ, ഒരു ഫേമിന് മറ്റ് ഔട്ട്സൈഡ് ഓർഗനൈസേഷനിലുള്ള ആൾക്കാരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യേണ്ട വരുമ്പോഴാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്? എക്സ്റ്റേർണൽ കോർഡിനേഷൻ എന്ന് വിളിക്കുന്നത്. So this is another important function of management. And the last function is controlling. Controlling എന്ന് പറഞ്ഞാൽ അറിയോ? It is a process of determining what is to be established and what is being accomplished, evaluating the performance, and if necessary applying the corrective measures. So കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വളരെ എസെൻഷ്യൽ ആയൊരു ഭാഗമാണ്. നമ്മൾ പ്ലാൻ ചെയ്തു, അത് ഓർഗനൈസ് ചെയ്തു, സ്റ്റാഫിംഗ് നടത്തി, ഇൻസ്ട്രക്ഷൻസ് ഡയറക്റ്റ് ചെയ്തു, കോർഡിനേറ്റ് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റിയോ എന്ന് നോക്കണം. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ പ്രോപ്പറായിട്ട് നമ്മൾ എന്തൊക്കെയാണ് അക്കംപ്ലിഷ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് അക്കംപ്ലിഷ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആ പെർഫോമൻസിനെ നമ്മൾ മെഷർ ചെയ്യണം. ഇനി എന്തെങ്കിലും കറക്റ്റീവ് ആക്ഷൻസ് വേണമെങ്കിൽ നമ്മൾ അതും കറക്റ്റീവ് മെഷേഴ്സ് എടുക്കണം. ഇതിനെയാണ് നമ്മൾ കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഈ പ്ലാനിങ്ങും കൺട്രോളിങ്ങുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്, പ്ലാനിങ് ഈസ് ദ ബിഗിനിങ് പാർട്ട് ഓഫ് ദ മാനേജ്മെൻറ്റ് പ്രോസസ്, വെറാസ് കൺട്രോളിങ് ഈസ് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് ദ മാനേജ്മെൻറ്റ് പ്രോസസ്. ഇപ്പോൾ പ്ലാനിങ് എന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ലുക്കിംഗ് എ ഹെഡ്, മുന്നിലോട്ട് നോക്കുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് കൺട്രോളിങ്? ഇറ്റ് ഈസ് ലുക്കിംഗ് ബാക്ക്, പിന്നിലേക്കാണ് നോക്കുന്നത് കൺട്രോളിങ് ചെയ്യുന്നത്. അതായത് ഓൾറെഡി കഴിഞ്ഞ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അത് വിചാരിച്ചതുപോലെ തന്നെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ എല്ലാം എക്സിക്യൂട്ട് ചെയ്തു എന്നതാണ് ഈ കൺട്രോളിങ് നോക്കുന്നത്. ആൻഡ് കൺട്രോൾ ഈസ് നോട്ട് പോസിബിൾ വിത്തൗട്ട് പ്ലാനിങ്, ആൻഡ് പ്ലാനിങ് ഈസ് മീനിങ്ലെസ് വിത്തൗട്ട് കൺട്രോൾ. അപ്പോൾ രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ആഗ്രഹിച്ച പോലെ ഡിസൈഡ് റിസൾട്ട്സ് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് എൻഷുർ ചെയ്യുന്നതാണ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഒരു മെയിൻ പർപ്പസ്. So these are the major functions of management. So the major functions of management are planning, organizing, staffing, directing,
And under directing, we have 4 important points: leading, communication, motivation and supervision, then coordination and the control. So learn well. Thank you.